ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അടുത്ത ക്ലാസ്സുകളെ കുറിച്ചാണ്. അടുത്ത സെറ്റ് ഓഫ് ക്ലാസ്സസ് ആണ്. മെമ്മറി ഡിവൈസസിന്റെ ക്ലാസ്സസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മെമ്മറി ഡിവൈസസിനകത്ത് പ്രൈമറി മെമ്മറി, അതിൽ തന്നെ റാമും അതിന്റെ വിവിധ ടൈപ്പുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മെമ്മറി ക്ലാസിഫിക്കേഷൻ എന്താണ്, പ്രൈമറി മെമ്മറി എന്താണ്, റാം എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റാം ഏതൊക്കെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇല്ല, ക്വസ്റ്റ്യൻസ് അവസാനമാണ് ഉള്ളത്. പ്രൈമറി മെമ്മറി റോം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നോട്ടിന്റെ കൂടെയാണ് ഇടുക കേട്ടോ. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നോട്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. മെമ്മറിയെ പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? മെമ്മറിനെ പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ഒരു ക്ലാസ് കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡയഗ്രാം ഇതുപോലെ നോട്ടില് വൃത്തിയായിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു മെമ്മറി ഡിവൈസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കിട്ടും, ഒറ്റയടിക്ക് കിട്ടും. അത് കുറച്ചും കൂടെ മൊത്തം പഠിച്ചു കഴിയുമ്പം ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ടൈം റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ ഞാൻ എങ്ങനെയാണോ ഇവിടെ വരച്ചിട്ടുള്ളത് അതുപോലെ കൃത്യമായിട്ട് വരച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ മെമ്മറിനെ പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറിന്നും സെക്കൻഡറി മെമ്മറിന്നും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈമറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് എന്ത്? ഓക്സിലറി മെമ്മറി. ഇനി പ്രൈമറി മെമ്മറി കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരുന്നത്? വോളറ്റൈൽ മെമ്മറി ഉണ്ട്, നോൺ വോളറ്റൈൽ മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ അടുത്തൊരു സെറ്റാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതെന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്യാഷ് രജിസ്റ്റേഴ്സ്, ബഫർ, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. സോ വോളറ്റൈൽ മെമ്മറി, നോൺ വോളറ്റൈൽ മെമ്മറി, ക്യാഷ് മെമ്മറി ഒക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ വരുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിക്കകത്താണ് സീക്വൻഷ്യൽ ആക്സസ്, ഡയറക്റ്റ് ആക്സസ് എന്നിങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരിക. അപ്പോൾ സീക്വൻഷ്യൽ ആക്സസ് സെക്കൻഡറി മെമ്മറി എന്നും ഡയറക്റ്റ് ആക്സസ് സെക്കൻഡറി മെമ്മറി എന്നാണ് സെക്കൻഡറി മെമ്മറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈമറി ആണെങ്കിലോ വോളറ്റൈൽ, നോൺ വോളറ്റൈൽ, ക്യാഷ് മെമ്മറി എന്നാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി വോളറ്റൈൽ മെമ്മറിയിൽ വരുന്നതാണ് എസ് റാം, ഡി റാം, വി റാം, എസ് ജി റാം, എം ജി റാം, ആർ ഡി റാം, എസ് ഡി റാം എന്നിങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് വരുന്നുണ്ട്. ഇനി നോൺ വോളറ്റൈൽ മെമ്മറിയിലാണ് റോം, പ്രോം, ഇ പ്രോം, ഇ പ്രോം ഒക്കെ വരുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയിലാണ്. ഇനി സീക്വൻഷ്യൽ ആക്സസ് സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷനിൽ നോക്കുമ്പോൾ സീക്വൻഷ്യൽ ആക്സസിനകത്ത് ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മാഗ്നറ്റിക് ടേപ്പുകളാണ്. ഇനി ഡയറക്റ്റ് ആക്സസ് മെമ്മറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആക്സസ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയുണ്ട്? മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഉണ്ട്, ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ക്ലിയർ ആണോ? മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ്. ഇനി മാഗ്നറ്റിക് ഡിസ്കിനകത്താണ് നമ്മൾ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും വരുന്നത്. ഹാർഡ് ഡിസ്കിൽ തന്നെ സിപ്പ് ഡിസ്ക്, ഡിസ്ക് പാക്ക്, വിൻചെസ്റ്റർ ഡിസ്ക് എന്നിങ്ങനെ 3 ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും ഒരു സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി ആണ്, ഡയറക്റ്റ് ആക്സസ് ആണ്, മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇനി അടുത്തത് ഒപ്റ്റിക്കൽ ഡിസ്കിനകത്ത് വരുന്നതാണ് സി ഡി, DVD, ബ്ലൂറേ ഡിസ്ക് ഒക്കെ. ഇനി അതിൽ സി ഡിയിൽ തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സി ഡി ആർ, സി ഡി ആർ ഓർ ഡബ്ല്യു, സി ഡി റൈറ്റ്, സി ഡി റീഡ് ഓർ റൈറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ദെൻ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസസിനകത്താണ് നമ്മൾ ഫ്ലാഷ് മെമ്മറി, പെൻ ഡ്രൈവ്, അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഒക്കെ വരുന്നത് ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസിനകത്താണ് വരിക. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, മെമ്മറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പ്രൈമറി മെമ്മറി എന്നും
സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് വോളറ്റൈൽ, നോൺ വോളറ്റൈൽ, ക്യാഷ് എന്നുള്ള രീതിയിലാണ്. ഇനി വോളറ്റൈൽ ആണ് ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സെക്കൻഡറി മെമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് എന്നും ഡയറക്റ്റ് ആക്സസ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സീക്വൻഷ്യൽ ആക്സസിൽ ആകെ മാഗ്നറ്റിക് ടേപ്പ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആക്സസിനകത്താണെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, ഓപ്റ്റിക്കൽ ഡിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. മാഗ്നറ്റിക് ഡിസ്കിന് എക്സാമ്പിൾസ് ആണ് ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും. ക്ലിയർ? ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിൾ ആണ് CD, DVD, VCD, അതുപോലെ തന്നെ ബ്ലൂറേ ഡിസ്ക്. ഇതൊക്കെ ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിൾ ആണ്. ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് നമ്മളുടെ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് ഈ ഒരു പിക്ചറിന്റെ ഒരു ഓവറോൾ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. വ്യക്തമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇന്ന് പ്രൈമറി മെമ്മറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രൈമറി മെമ്മറിയിലെ വോളറ്റൈൽ മെമ്മറിയുടെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുക. അപ്പോ പ്രൈമറി മെമ്മറിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എങ്ങനെയൊക്കെയാ? വോളറ്റൈൽ, നോൺ വോളറ്റൈൽ, ക്യാഷ് എന്നിങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതില് വോളറ്റൈൽ മെമ്മറിയിൽ റാം ഉണ്ട്, SRAM ഉണ്ട്, DRAM ഉണ്ട്, പിന്നെന്താണ് VRAM ഉണ്ട്, SDRAM ഉണ്ട്, MDRAM ഉണ്ട്, RDRAM ഉണ്ട്, SDRAM ഉണ്ട്. അപ്പൊ ഇത്രയാണ് വോളറ്റൈൽ മെമ്മറിയിലെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ROM, PROM, EEPROM, EEPROM ഒക്കെയാണ് വരിക. അത് നമ്മൾ അടുത്ത ഭാഗത്താണ് പഠിക്കുക. ഇനി ക്യാഷ് മെമ്മറിയിലാണ് നമ്മൾ രജിസ്റ്റർ, ബഫർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ഇതിന്റെ അവസാനത്തെ പ്രൈമറി മെമ്മറിയുടെ അവസാനത്തെ വോളറ്റൈൽ മെമ്മറിയുടെ അവസാനത്തെ ക്ലാസ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി പ്രൈമറി മെമ്മറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രൈമറി മെമ്മറി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മദർ ബോർഡിലാണ്. സോ പ്രൈമറി മെമ്മറി സിറ്റുവേറ്റ്സ് എവിടെയാണ്? മദർ ബോർഡിലാണ്. ക്ലിയർ? അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി CPU ആയിട്ട് ഡയറക്റ്റ്ലി ആണ് കണക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെന്താണ്? ഇതിന്റെ വേറൊരു പേരാണ് മെയിൻ മെമ്മറി, സെമി കണ്ടക്ടർ മെമ്മറി. ഇറ്റ് ക്യാൻ സെൻഡ് ഓർ റിസീവ് ഡാറ്റ വെരി ഫാസ്റ്റ് ഇൻ കമ്പയർഡ് വിത്ത് സെക്കൻഡറി മെമ്മറി. ടെക്നോളജി യൂസ്ഡ് ടു മേക്ക് കമ്പ്യൂട്ടർ മെമ്മറി, DDR. ഇത്രയാണ് പ്രൈമറി മെമ്മറിയിൽ ജനറൽ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ പ്രൈമറി മെമ്മറി എവിടെയാണ് ഉള്ളത്? ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ്? മദർ ബോർഡിലാണ്. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിലാണ് പ്രൈമറി മെമ്മറി ഉണ്ടാവുക. CPU ആയിട്ട് ഡയറക്റ്റ്ലി ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, CPU ആയിട്ട് ഡയറക്റ്റ്ലി ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മദർ ബോർഡിലാണുള്ളത്. പ്രൈമറി മെമ്മറിയുടെ വേറൊരു പേരാണ് മെയിൻ മെമ്മറി, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മെമ്മറി. ഇവിടുത്തെ പ്രത്യേകത എന്താ? സെക്കൻഡറി മെമ്മറിനെ അപേക്ഷിച്ച് സെൻഡ് ഓർ റിസീവ് ഡാറ്റ ഇസ് വെരി ഫാസ്റ്റ്. വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ വേഗത്തിൽ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡാറ്റനെ സ്വീകരിക്കാനോ അയക്കാനോ കഴിയുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. ഓക്കെ, ആ കമ്പാരിസൺ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ DDR എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. DDR എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഫുൾ ഫോം ആണ് ഡബിൾ ഡാറ്റ റേറ്റ്. അത് കമ്പ്യൂട്ടർ മെമ്മറി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് DDR എന്ന് പറയുന്നത്. അത് അത്രയുമായിട്ട് ഓർത്തിരുന്നാൽ മതി. ഇനി റാമിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രൈമറി മെമ്മറിനെ നമ്മൾ സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈമറി മെമ്മറിനെ നമ്മൾ സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറഞ്ഞു. അപ്പൊ സെമി കണ്ടക്ടറിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗങ്ങളെ ക്ലിയർ ചെയ്തുകൊണ്ട് ആ കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പറയുന്നത്. സോ സെമി കണ്ടക്ടർ മെമ്മറി ആർ മേഡ് അപ്പ് ഓഫ് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സെമി കണ്ടക്ടർ മെമ്മറി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. എന്താണ് ഉപയോഗിക്കുന്നത്? സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുക. അപ്പൊ സെമി കണ്ടക്ടർ മെമ്മറി ആർ മേഡ് അപ്പ് ഓഫ് എന്താണ്? സിലിക്കൺ ഓർ ജെർമേനിയം. ഇനി അതിൽ തന്നെ നമ്മൾ കൂടുതലും സിലിക്കൺ ആണ് ഉപയോഗിക്കുക. ജെർമേനിയം വളരെ കുറവേ ഉപയോഗിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ്? 2 ഫാക്ടർ ഉണ്ട് അതിന്. എന്തുകൊണ്ടാണ് ജെർമേനിയത്തിനെ അപേക്ഷിച്ച് സിലിക്കൺ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെർമൽ ടോളറൻസ് ഇസ് വെരി ഹൈ. എത്രത്തോളം ഹീറ്റ് അതിന് ക്യാപ്പബിൾ ആണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ചൂട് അത് ടോളറേറ്റ് ചെയ്ത് നിൽക്കും, സഹിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതാണ് തെർമൽ ടോളറൻസ് എന്ന് പറയുന്നത്. സിലിക്കണിന്റെ തെർമൽ ടോളറൻസ് ഹൈ ആണ്. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറേയേറെ ഹീറ്റ് ഒക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും, അതിന് നിലകൊള്ളാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ്
തെർമൽ ടോളറൻസ് ഉള്ളതുകൊണ്ടാണ് സിലിക്കൺ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്കലാണ്. നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ജർമ്മേനിയത്തിനെ അപേക്ഷിച്ച് സിലിക്കൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക്കലുമാണ്. അപ്പോൾ 2 ഫാക്ടേഴ്സാണ് സിലിക്കൺ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണമായിട്ട് വരുന്നത്. ഒന്ന്, തെർമൽ ടോളറൻസ് ഹൈ ആണ്. ഓക്കെ, വൈ സിലിക്കൺ ഇസ് പ്രിഫേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ തെർമൽ ടോളറൻസ് ഇസ് ഹൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്കണോമിക്കൽ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. രണ്ടും കൂടെ വരുവാണെങ്കിൽ ബോത്ത് ഓഫ് ദീസ് ആണ് എഴുതേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ 2 ഏതെങ്കിലും ഓപ്ഷൻ ആണ് എഴുതേണ്ടത്. ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് കൂടുതലായിട്ടും ഈ ഒരു തെർമൽ ടോളറൻസിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുക. ഇനി ബോത്ത് ഓഫ് ദീസ് വരുന്ന കേസിലാണ് എക്കണോമിക്കലും കൂടെ കയറി വരത്തുള്ളൂ. അതും കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ. അപ്പോൾ വൈ സിലിക്കൺ ഇസ് പ്രിഫേർഡ് ദാൻ ജർമേനിയം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? ബിക്കോസ് അതിന്റെ തെർമൽ ടോളറൻസ് ഹൈ ആണ്, അതുപോലെ തന്നെ ജർമേനിയത്തിനേക്കാളും എക്കണോമിക്കലും ആയതുകൊണ്ടാണ് സിലിക്കൺ ഉപയോഗിക്കുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവാലന്റ് ബോണ്ട് വഴിയാണ് ഫോം ചെയ്യുന്നത്. സഹസംയോജക ബന്ധനാണ് ഉള്ളത്. അതായത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ NaCl നടക്കുന്നത്. പക്ഷേ സെമി കണ്ടക്ടേഴ്സിൽ നടക്കുന്നത് കോവാലന്റ് ബോണ്ടാണ്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ സെമി കണ്ടക്ടേഴ്സിന് ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വാലൻസ് എത്രയാണെന്ന് പഠിക്കണം. സോ സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് 4 എന്താണ് വാലൻസി? ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലില്, ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വാലൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാലൻസി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സിലിക്കോൺ ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഈ 4 ഇലക്ട്രോൺസിനെയാണ് ഷെയറിങ്ങും ബെയറിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ സിലിക്കണിന്റെ ഇലക്ട്രോൺ വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇനി ഇത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതായത് നമ്മൾ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇത് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫാണ്. ഓക്കെ, താഴോട്ടുള്ള ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരിക. അതായത് ഞാൻ പറയാൻ കാരണം നമ്മളുടെ മെറ്റീരിയലിനെ പ്രധാനമായിട്ടും കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്നിങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് ടൈം, ഇത് ടെമ്പറേച്ചർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽസ് സെമി കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള സൈൻ, താഴോട്ട് കുറഞ്ഞു വരുന്ന തരത്തിലുള്ള സൈൻ ആണ് കാണിക്കുക. മെറ്റൽസിനാണെങ്കിൽ ഇത്തരത്തിലുള്ള അവർക്ക് ഒരു പെർമിറ്റബിൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അവിടെ നിന്ന് മുകളിലേക്കാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഉള്ളത് എന്നുള്ളത് ഓർക്കാം. ദെൻ അടുത്തതാണ് ഈ സെമി കണ്ടക്ടർ മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. എന്താണെന്നൊന്നും കൃത്യമായിട്ട് പഠിക്കേണ്ട, ഈ പേരാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പേര് ഓർത്തിരിക്കുക. സെമി കണ്ടക്ടർ മെമ്മറിക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. സോ അത് തന്നെ എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SR, JK, D എന്ന് പറയുന്ന 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഉള്ളത്. അതിനകത്ത് D ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ D മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്കി എല്ലാതും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടർ മെമ്മറി മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. 3 SR, JK, D. ഇതിൽ D എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതെന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഈ D മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടത്. ഫൈൻ, നമ്മൾ ഇനി റാമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റാമിന്റെ അതർ നെയിമുകളാണ് ഇവിടെ ഞാൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എന്ന് പറയുന്നത് ഡാറ്റ മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓർ റൈറ്റ് മെമ്മറി, വോളറ്റൈൽ മെമ്മറി, ടെമ്പററി മെമ്മറി, വർക്കിംഗ് മെമ്മറി, വർക്ക് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ എന്നാണ്. ഓക്കെ, വർക്ക് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? റാം ആണ്.
അപ്പോൾ റാമിന്റെ അതർ നെയിംസ് ഇത്രയുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാണ്? ഡാറ്റ മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓർ റൈറ്റ് മെമ്മറി, വോളറ്റൈൽ മെമ്മറി, ടെമ്പററി മെമ്മറി, വർക്കിംഗ് മെമ്മറി, അതുപോലെ തന്നെ എന്താണ് വർക്ക് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ എന്നൊക്കെ. അപ്പൊ റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. നമ്മൾ ഇന്ന് വോളറ്റൈൽ മെമ്മറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് വോളറ്റൈൽ മെമ്മറി എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടല്ലോ. എന്താണ് വോളറ്റൈൽ മെമ്മറി? കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകുന്ന ടൈപ്പ് ഓഫ് മെമ്മറിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുക. ഓക്കെ, കറണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ ലോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തില് പവർ കട്ടായി കഴിഞ്ഞാൽ നഷ്ടമാകുന്ന മെമ്മറിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുക. പവർ നഷ്ടമായി കഴിഞ്ഞാലും സ്റ്റിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന മെമ്മറിനെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാമിന്റെ അതർ നെയിംസ്, ഡാറ്റ മെമ്മറി തൊട്ട് വർക്കിംഗ് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ വരെ അതർ നെയിംസ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി റാം എന്തിനാ സഹായിക്കുന്നേ? ഇറ്റ് ഹെൽപ്പ് മൈക്രോ പ്രോസസർ ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. മൈക്രോ പ്രോസസറിനെ ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് റാം ആണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ആക്സസ് ഓർ റിട്രീവ് ഡാറ്റ ഫ്രം എനിവേർ. നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ഏതൊരു ലൊക്കേഷനിൽ നിന്നും ഡാറ്റനെ ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ആർക്ക് പറ്റും? റാമിന് പറ്റും. ഇത് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതാണ്. സോ നമ്മുടെ സിസ്റ്റത്തിന്റെ ലൊക്കേഷനിലുള്ള ഏതൊരു ഫയലിനെയും ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് റാമിനാണ് എന്നുള്ളത് ഓർക്കുക. ഇനി റാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ആക്സസ്ഡ്. ഒരു റാമിന്റെ കപ്പാസിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എമൗണ്ടിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് ജിഗാബൈറ്റിലാണ് പറയുക. ഓക്കെ, MB GB അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പൊ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ആക്സസ്ഡ് എന്നുള്ള ആ മെഷർമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കപ്പാസിറ്റി എന്ന് പറയാ. ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ജിഗാബൈറ്റ്. അടുത്തതാണ് റാമിന്റെ സ്പീഡ്. എത്രത്തോളം സ്പീഡിലാണ് റാം ഡാറ്റനെ സ്റ്റോറും റിട്രീവും ചെയ്യുന്നത് എന്നുള്ളതിന്റെ അളവാണ് സ്പീഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ മെഗാഹെർട്സ്, ജിഗാഹെർട്സിലൊക്കെയാണ് പറയാ. ക്ലിയർ? അപ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനെയാണ് കപ്പാസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ എന്താണ്? ജിഗാബൈറ്റ്സിലൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. ഇനി എത്രത്തോളം വേഗത്തിലാണ് ഡാറ്റനെ സ്റ്റോർ ഓർ റിട്രീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്പീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഫാസ്റ്റ്ലി ഇറ്റ് സ്റ്റോർ ഓർ റിട്രീവ്സ് ഡാറ്റ. അപ്പൊ അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതെന്തിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്? മെഗാഹെർട്സിലാണ്. അപ്പൊ അത് രണ്ട് കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി അടുത്തതാണ് സ്റ്റോറേജ് ലൊക്കേഷൻ. റാമിനകത്തെ സ്റ്റോറേജ് ലൊക്കേഷൻസിനെയാണ് നമ്മൾ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റാമിനകത്തെ സ്റ്റോറേജ് ലൊക്കേഷൻസിനെയാണ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ ഓരോ സിംഗിൾ ബൈറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് 0, 1 എന്നുള്ള ഓരോ ബാങ്കുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കപ്പാസിറ്റി എന്താണെന്ന് പഠിച്ചു. ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ആക്സസ്ഡ് ബൈ എ റാം. ഇനി സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ഹൗ ഫാസ്റ്റ്ലി ദ റാം സ്റ്റോർ ഓർ റിസീവ് ഡാറ്റ, അല്ലെ? സ്റ്റോർ ഓർ റിട്രീവ് ഡാറ്റ, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് ലൊക്കേഷൻ, റാമിനകത്തെ അല്ലെങ്കിൽ റാമിലെ സ്റ്റോറേജ് ലൊക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ റാമിലെ സ്റ്റോറേജ് ലൊക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? സിംഗിൾ ബൈറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി സെല്ലിന്റെ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തിൽ നിന്നാണ്? 0യിൽ നിന്നാണ്. അതാണ് ഞാൻ ബൈനറി ഒക്കെ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞത്. നമ്മൾ 0യിൽ നിന്നാണ് എണ്ണി തുടങ്ങുന്നത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റാമിന്റെ സെൽ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. ഇനി സേവ് എന്താണ്, ഓപ്പൺ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. നമ്മളൊരു ഫയല് സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് മെമ്മറിയാണ് റാം. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്നതും റാമിനകത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ടാസ്ക് ചെയ്യുന്നത്. അപ്പൊ ആ ടാസ്കിനെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സേവ് എന്ന് പറയുക. അങ്ങനെ സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് എവിടുന്ന് എങ്ങോട്ട് പോകുന്നതാണ്, ഡാറ്റ ഫ്ലോ എങ്ങോട്ടാണെന്ന് പഠിക്കണം. സോ സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റാമിലുള്ള കണ്ടന്റിനെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് സേവ് എന്ന് പറയുക.
ക്ലിയർ? അപ്പോൾ സേവ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി നമ്മളുടെ കണ്ടന്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് റാമിൽ നിന്നാണ്. അപ്പൊ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ റാമിലുള്ള കണ്ടന്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകുന്നതാണ്. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടണം. അപ്പൊ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യണം അല്ലെ? ആ സ്റ്റോറിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സേവ് എന്ന് പറയുക. അപ്പൊ ആ പ്രോസസ്സിൽ എന്താ നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാമിൽ നിൽക്കുന്ന ആ കണ്ടന്റ് എവിടെ പോവാണ്? ഹാർഡ് ഡിസ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലൊക്കേഷനിലാണ് സ്റ്റോർ ആവുക. അപ്പൊ സേവിൽ നടക്കുന്ന ഡാറ്റ ഫ്ലോ, ഇത് രണ്ടും ഡാറ്റ ഫ്ലോ ആണ് എഴുതിയേക്കുന്നത്. സോ ഡാറ്റ ഫ്ലോ ഇവിടുന്ന് എങ്ങോട്ടാണ്? റാമിൽ നിന്നും ഹാർഡ് ഡിസ്കിലേക്കാണ്. ഇനി ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഓൾറെഡി സ്റ്റോർ വെച്ചിട്ടുള്ള കണ്ടന്റിനെ പിന്നീട് വർക്ക് ചെയ്യാനോ കാണാൻ വേണ്ടിയിട്ടോ എടുക്കുന്നതാണ് അല്ലെ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടന്റ് എവിടെ നിന്നും എങ്ങോട്ട് വരുന്നതാണ്? പറഞ്ഞ ഡാറ്റ ഫ്ലോ പറഞ്ഞേ. യെസ്, നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്കിലെ ലൊക്കേഷനിൽ നിന്നും റാമിലേക്കാണ് ഇത് എത്തുക. അപ്പൊ സേവ് എന്ന് പറയുന്ന ഡാറ്റ ഫ്ലോ എങ്ങോട്ടാണ്? സേവ് ചെയ്യാന്ന് പറയുമ്പോൾ ഡാറ്റ എങ്ങോട്ടാ പോകുന്നത്? റാമിലുള്ള ഡാറ്റ ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്നു. ഓപ്പൺ എന്ന് പറയുമ്പം ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ എങ്ങോട്ട് വരികയാണ്? റാമിലേക്ക് വരികയാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി റാമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. പ്രധാനമായിട്ടും സ്റ്റാറ്റിക് റാം എന്നും ഡൈനാമിക് റാം എന്നുമാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്റ്റാറ്റിക് റാമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ എസ് റാം ഡി റാം എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഓർത്തിരുന്നോളുക. സ്റ്റാറ്റിക് റാം ആണ്, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആണ് എസ് റാം. ഇനി ഡി റാം എന്ന് പറയുന്നത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആണ് ഡി റാം. ക്ലിയർ? അപ്പോൾ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് എസ് റാം ആണ്, ഡൈനാമിക് റാം എന്ന് പറയുന്നത് ജി റാം ആണ്. അപ്പൊ അതാണ് ഇനി പഠിക്കുന്നത്. സോ എസ് റാം എന്നുള്ളത് നോക്കുക. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് റാം. ആരാണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്? ജോൺ ഷിമിഡ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ എസ് റാം എന്ന് പറയുന്ന സ്റ്റാറ്റിക് റാം കണ്ടുപിടിച്ചത് ജോൺ ഷിമിഡ് ആണ്. ഇനി ഡാറ്റ സ്റ്റോർഡ് ഇൻ ബിറ്റ് വൈസ്. ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ബിറ്റ് വൈസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഓരോ ബിറ്റും എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 6 ട്രാൻസിസ്റ്റേഴ്സ് മേക്ക് ചെയ്തിട്ടുള്ള, ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് മേക്ക് ചെയ്തിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടുകളായിട്ടാണ് ഓരോ ബിറ്റിനെയും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ ഓരോ ബിറ്റും എന്ന് പറയുന്നത് 4 6 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ബേസിക് സർക്യൂട്ട് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു സിംഗിൾ ഐ സി ആണ് കേട്ടോ. ഐ സി എന്ന് പറയുന്നത് ഇത്രയുള്ളൂ, ഈ ചെറിയൊരു പീസായിരിക്കും, ഇതിനകത്ത് കുറെ പിന്നൊക്കെ ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ, വലുതാണെന്നൊന്നും കരുതരുത്. സോ ഓരോ ബിറ്റ് എന്ന് പറയുന്നത് ഈച്ച് ബിറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 or 6 ട്രാൻസിസ്റ്റേഴ്സ് ദാറ്റ് മേക്ക് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. 4 6 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഓരോ ബിറ്റും നിർമ്മിക്കപ്പെടുന്നത്. ആ ഒരു ബിറ്റിൽ നിർമ്മിക്കപ്പെടുന്ന സർക്യൂട്ട് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 8 അല്ലെങ്കിൽ 10 ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. കോമൺലി 4 6 ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. 8 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതും 10 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതും നിലവിൽ അവൈലബിൾ ആണ്. ഇനി നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ ഇസ് റെഡ്യൂസ്ഡ്, സൈസ് ഓഫ് മെമ്മറി സെൽ ഡിക്രീസസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കപ്പാസിറ്റി, മെമ്മറിയുടെ കപ്പാസിറ്റിയും കുറയും. അപ്പൊ എത്രത്തോളം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി സൈസ് എന്താവും? കുറയും. ക്ലിയർ? നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡിക്രീസ് ആവുന്ന സമയത്ത് മെമ്മറി സെൽ സൈസ് എന്താവുന്നു? കുറയാണ് ചെയ്യുക. അത് കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. ഇനി ഒരു സ്റ്റാറ്റിക് റാമിന് 3 സ്റ്റേറ്റ് ആണ് ഉള്ളത്. റീഡ്, റൈറ്റ്, ഐഡിൽ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ. 3 പൊസിഷൻസ് ആണുള്ളത്, 3 സ്റ്റേറ്റ് ആണ്. ഇപ്പൊ റീഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇന്നടുത്തുനിന്ന് ഒരു ഡാറ്റ പോയി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. അത്തരത്തില് ഒരു ഡാറ്റനെ റിക്വസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ് റീഡ് എന്ന് പറയുന്നത്. ഡാറ്റനെ മോഡിഫൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുക. 3ാമത്തെ സ്റ്റേറ്റ് ആണ് സ്റ്റാൻഡ് ബൈ. സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് റാം ഐഡിൽ, പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ഐഡിയൽ ആയിട്ട് നിൽക്കുന്നതാണ്, ഐഡിയൽ കണ്ടീഷനാണ് സ്റ്റാൻഡ് ബൈ മോഡ്. അപ്പൊ 3 സ്റ്റേറ്റ് ആണ് സ്റ്റാറ്റിക് റാമിനുള്ളത്: റീഡ്, റൈറ്റ്, സ്റ്റാൻഡ് ബൈ. റീഡ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആക്സസ് റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് റീഡിങ് നടക്കുക. നമ്മളിപ്പോൾ പറയുകയാണ് ജി ലൊക്കേഷനിലുള്ള ഒരു ഫയൽ ഓപ്പൺ ആക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു റിക്വസ്റ്റിനെയാണ് റീഡ് എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ആ ലൊക്കേഷനിലെത്തി അവിടെ ഒരു ഫയൽ കണ്ടു, ആ ഫയൽ നമ്മൾ ഓപ്പൺ ആക്കി അതിനകത്ത് എഴുതാൻ തുടങ്ങുകയാണ്, അതിനകത്ത് കണ്ടന്റുകൾ ഓൾട്ടർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡാറ്റ ഈസ് മോഡിഫൈഡ് ആണ് അവിടെ നടക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ റൈറ്റ് എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ് എന്താണ്? സ്റ്റാൻഡ് ബൈ, ഐഡിൽ കണ്ടീഷനാണ്. പ്രത്യേകിച്ച് റീഡ് ഓർ റൈറ്റ് ഒന്നും നടക്കാതെ ഇരിക്കുന്ന, വെറുതെ ഇരിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് 3 സ്റ്റേറ്റ് ആണ് സ്റ്റാറ്റിക് റാമിൽ ഉള്ളത്. സ്റ്റാറ്റിക് റാമിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട്സ് ആണുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റാറ്റിക് റാം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ക്യാഷ് മെമ്മറിയിലാണ്. ഇനി ഡൈനാമിക് റാമിനേക്കാളും ഫാസ്റ്റർ ആണ്, എക്സ്പെൻസീവ് ആണ്, പീരിയോഡിക് റിഫ്രഷ് ആവശ്യമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. എന്താണ്? ഫാസ്റ്റർ ആണ്, ഡൈനാമിക് റാമിനേക്കാളും ഫാസ്റ്റർ ആണ്, ഡൈനാമിക് റാമിനേക്കാളും എക്സ്പെൻസീവ് ആണ്, പീരിയോഡിക് റിഫ്രഷ് ആവശ്യമില്ല. ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ് ഉണ്ട്. റീഡർ, റൈറ്റർ, സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്ന 3 സ്റ്റേറ്റ് ഉണ്ട്. ക്യാഷ് മെമ്മറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റാറ്റിക് റാം ആണ്. SRAM എന്നാണ് ഷോർട്ട് ഫോം വരുന്നത്. ജോൺ ഷിമിതാണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഇതിന്റെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇവിടെ ഡാറ്റ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഈച്ച് അഡ്രസ്സബിൾ ലൊക്കേഷൻ. കോമൺലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടറിന്റെ ഏതൊരു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആവും. 16 ബിറ്റ് വരുന്നത് പ്രോഗ്രാം കൗണ്ടർ, അതുപോലെ തന്നെ പിന്നെന്താണ് ടൈമിംഗ് കൺട്രോളിംഗ് സർക്യൂട്ടുകളൊക്കെയാണ്, ടൈമറൊക്കെയാണ് 16 ബിറ്റ് വരിക. ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിനും 8 ബിറ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഡാറ്റ വിഡ്ത്ത്, ഒരു സ്റ്റാറ്റിക് റാമിന്റെ ഡാറ്റ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബിറ്റ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു അഡ്രസ്സബിൾ ലൊക്കേഷനിൽ എത്രത്തോളം ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. 8 ബിറ്റ് ആണുള്ളത്. ആ 8 ബിറ്റിനെ നമ്മൾ എങ്ങനെയാണ് D0 to D7 എന്നുള്ള രീതിയിലാണ് എഴുതുക. അപ്പോൾ D0 എന്ന് പറയുന്നത് ഡാറ്റ വിഡ്ത്തിനെയാണ്, D എന്നുള്ളതും പ്രതീക്ഷിക്കുന്നത്. D0, D1, D2 ഇങ്ങനെ എത്ര വരെയുണ്ട്? D7 വരെയാണ് ഉള്ളത്. ഇനി അഡ്രസ് ലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അഡ്രസ് ലൈൻ ആണ് എത്രത്തോളം മെമ്മറി വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ എഴുതിയേക്കുന്നത് ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടതായിട്ടില്ല, നിങ്ങളുടെ എക്സാമിന്റെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട്. സോ ഈ അഡ്രസ് മെമ്മറി കൂടുതലായിട്ടും എങ്ങനെയാണ്? 16 ബിറ്റ് ആയിട്ടാണ് വരിക. A0 മുതൽ A15 വരെയാണ്. ഇതിൽ തന്നെ ഇനി പഠിക്കാനുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന്റെ അടിസ്ഥാനത്തിൽ A0 to A15 വരെയാണ് അഡ്രസ് ലൈൻ വരുന്നത്. D0 മുതൽ D7 വരെയാണ് ഡാറ്റ വിഡ്ത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് കുറച്ച് എത്തിക്കഴിയുമ്പോഴത്തേക്കും A11 തൊട്ട് സംതിങ്, A10 തൊട്ട് സംതിങ് ആണ്. A10 to A15 വരെ സംതിങ് ഇത് ഡാറ്റ മെമ്മറിയൊക്കെ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ഓർക്കണ്ട. ഡാറ്റ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രത്തോളം അഡ്രസ്സബിൾ ലൊക്കേഷനിൽ എത്രത്തോളം ബിറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കപ്പാസിറ്റി ആണ്. 8 ബിറ്റ് ആണ്. D0 to D7 വരെയാണ് അതിൽ പറയാം. ഇനി അഡ്രസ് ലൈൻ എന്ന് പറയുന്നതാണ് മെമ്മറി, സൈസ് ഓഫ് മെമ്മറി എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അത് 16 ബിറ്റ് ആണ്. A0 മുതൽ A15 വരെയാണ് വരിക. ഇനി ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. വളരെ റെയർ ആയിട്ട് ട്രേഡ്സ്മാൻ എക്സാമിലൊക്കെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഒരു എക്സാമിന്റെ അഡ്രസ് ലൈൻ ഇത്രയാണെന്ന് പറഞ്ഞു തരും, അതുപോലെ തന്നെ ഡാറ്റ വിഡ്ത്ത് ഇത്രയാണെന്ന് പറഞ്ഞു തരും, എന്നിട്ട് അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത്തരത്തില് ഒരു എക്സ്റാമിന്റെ സ്റ്റാറ്റിക് റാമിന്റെ അഡ്രസ് ലൈൻ എത്രയാണ്, ഡാറ്റ വിഡ്ത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് 2 raised to അഡ്രസ് ലൈൻ ഇൻറ്റു 2 raised to ഡാറ്റ വിഡ്ത്ത്. ഓക്കെ, 2 raised to അഡ്രസ് ലൈൻ ഇൻറ്റു 2 raised to ഡാറ്റ വിഡ്ത്ത് ആണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡാറ്റ വിഡ്ത്ത് 8 ബിറ്റ്. അപ്പൊ ഡാറ്റ വിഡ്ത്ത് നമുക്ക് ഇവിടെ കിട്ടി 2 raised to 8 എന്ന് കൊടുക്കാം. അഡ്രസ് ബിറ്റ് എത്രയാണ് കിട്ടിയ? 16 ആണ്. അപ്പൊ എത്രയാണ്? 16. 2 raised to 16 into 2 raised to 8. A raised to m into A raised to n എത്രയാ? A raised to m plus n ആണ് അല്ലെ? കൃത്യങ്ക നിയമങ്ങളാണ്. A raised to m into A raised to n എന്ന് പറയുന്നത് A raised to m plus n ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 2 raised to 16 plus 8 എത്രയാണ് വരിക? 2 raised to 24 ആണ് വരിക അല്ലെ? ഇത് എത്രയാണോ ആ ഒരു വാല്യൂ ആണ് വരിക. 16 8 24 അല്ലേ? 3 8 24.
ഓക്കെ, അപ്പൊ 2⁴ എത്രയാണോ അതാണ് ഈ ടോട്ടൽ കപ്പാസിറ്റി ആയിട്ട് വരിക. ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ഉണ്ട്. ഈ 2⁴ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെയല്ല തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു GB റേറ്റിലുള്ള വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി ചില ക്വസ്റ്റ്യനിൽ A0 to A15 കണ്ടുപിടിക്കത്തുള്ളൂ, 16 ബിറ്റ് എന്നൊന്നും പറയത്തില്ല. ഒരു എസ്റാമിന്റെ അഡ്രസ് ലൈൻ എന്ന് പറയുന്നത് A0 മുതൽ A11 വരെയാണ്. ഡാറ്റ വിഡ്ത്ത് എന്ന് പറയുന്നത് D0 മുതൽ D7 വരെയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0 മുതൽ A11 വരെ എന്ന് പറഞ്ഞു. അപ്പൊ എത്രയുണ്ട്? 12 ബിറ്റ് അഡ്രസ് ലൈൻ ആണ്. ഇനി 8 ബിറ്റ് തന്നെയാണ് ഡാറ്റ വരുന്നത്. അപ്പൊ 212 × 2⁸ വരും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഈ ട്രേഡ്സ്മാൻ എക്സാം ഉള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ മോർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഞാൻ തരാം. ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് ഈ ഭാഗങ്ങൾ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ മാത്രമുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതിനകത്ത് ക്വസ്റ്റ്യൻ വർക്കൗട്ടിനകത്ത് ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ജസ്റ്റ് ഇത് പഠിച്ചു പോവുക. ജനറലി നിങ്ങൾ എല്ലാവരും തന്നെ ഒരു സ്റ്റാറ്റിക് റാമിന്റെ ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. കാരണം നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെ റേഞ്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടണമെങ്കിലാണ് ഇത്തരത്തിലുള്ള അഡീഷണൽ പോയിന്റ് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ. ഇതിനടുത്തതാണ് ഡൈനാമിക് റാം, DRAM. ഈ ഒരു റാമിന്റെ അടുത്ത സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഡൈനാമിക് റാം. കണ്ടുപിടിച്ചിട്ടുള്ളത് റോബർട്ട് H. ഡെന്നാർഡ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഇവിടെയും ഡാറ്റ ബിറ്റ് വൈസ് തന്നെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ ആരാണ്? ട്രാൻസിസ്റ്റേഴ്സിന് പകരം കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഡൈനാമിക് റാം എന്നാണ് ഫുൾ ഫോം വരുന്നത്. റോബർട്ട് H. ഡെന്നാർഡ് ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഡാറ്റ ബിറ്റ് വൈസ് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. വ്യത്യാസം എന്താ വന്നേക്കുന്നത്? സ്റ്റാറ്റിക് റാമിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ ഡൈനാമിക് റാമിൽ ആരാ ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഈച്ച് മെമ്മറി സെല്ലിന്റെ ഡൈനാമിക് റാം കൺസിസ്റ്റ് ഓഫ് എ കപ്പാസിറ്റർ ആൻഡ് എ ട്രാൻസിസ്റ്റർ ആൻഡ് ദീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്ക്വയർ അറേ. അതായത് സർക്യൂട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മളുടെ ട്രാൻസിസ്റ്റർ നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് ഉണ്ടാവുക. ഇത് NPN സർക്യൂട്ട് ആണ്, NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഇത് വന്നിട്ട് ഇവിടെ നമുക്കിവിടെ കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ സപ്ലൈ കൊടുക്കുകയാണ്, VIN ഒക്കെ കൊടുക്കണം. ഇങ്ങനെ ഒരു ഇതാണ് വരിക. നമ്മളിതൊരു എർത്തിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് ഡൈനാമിക് റാം വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വരച്ചൊന്നും വെക്കേണ്ട. ഒത്തിരിയും കൂടെ വലിയ ഡിപ്ലോമ ലെവലിലാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ കപ്പാസിറ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ അറേ ആണ് മേക്ക് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ടും കപ്പാസിറ്റർ ആണ് ഇവിടുത്തെ കണ്ടന്റ്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. കാരണം സപ്ലൈ ഒക്കെ നമ്മൾ ട്രാൻസിസ്റ്ററിലോട്ടാണ് കൊടുക്കുന്നത്. ട്രാൻസിസ്റ്റർ ആണ് കപ്പാസിറ്ററിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റിനെ എത്തിക്കുന്നത്. അപ്പൊ അത്രയും ഡീപ്പായിട്ട് പോകണ്ട, ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇനി ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് റാമിന്റെ 3 സ്റ്റേറ്റുകൾ പഠിച്ചല്ലോ, അതുപോലെ കപ്പാസിറ്ററിന് 2 സ്റ്റേറ്റ് ആണുള്ളത്. സ്റ്റേറ്റ് വാല്യൂ 0, കപ്പാസിറ്റർ ചാർജ് ചെയ്യാതെ ഇരിക്കുന്ന ഡിസ്ചാർജ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള അവസ്ഥ. അപ്പൊ കപ്പാസിറ്ററിന്റെ ബിറ്റ് വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഈസ് ഡിസ്ചാർജ്ഡ് അല്ലെങ്കിൽ നോട്ട് ചാർജ്ഡ് എന്നുള്ളതാണ് അർത്ഥം. ബിറ്റ് വാല്യൂ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ്. ഓക്കെ, കപ്പാസിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ TV റിമോട്ടിലേക്കുള്ള കണ്ടന്റ് ആണ്. അപ്പൊ കപ്പാസിറ്ററിന് 2 സ്റ്റേറ്റുകൾ ഉണ്ട്. ഒന്ന് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള അവസ്ഥ, ഒന്ന് ചാർജ് എല്ലാം നഷ്ടമായിട്ടുള്ള അവസ്ഥ. അപ്പൊ മറ്റത് അങ്ങനെയല്ല. റീഡ്, റൈറ്റ്, സ്റ്റാൻഡ് ബൈ എന്നുള്ള 3 മോഡാണ്. ഇവിടെ കപ്പാസിറ്ററിന്റെ ബിറ്റ് വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ബിറ്റ് വാല്യൂ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഉള്ള അവസ്ഥ. ഇങ്ങനെയാണ് ബിറ്റ് വാല്യൂ 0, ബിറ്റ് വാല്യൂ 1 എന്നിങ്ങനെയാണ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡൈനാമിക് റാമിന്റെ എന്ത് വരുന്നത്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് ട്രേഡ്സ്മാൻ എക്സാമിൽ ചോദിക്കുന്നതാണ് കേട്ടോ. ബിറ്റ് വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്ററിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ അതുകൊണ്ട് എഴുതിയേക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, വൺസ് നമ്മൾ കപ്പാസിറ്ററിന് ചാർജ് കിട്ടി, കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ സമയം പോകുന്നതിനനുസരിച്ച് ഇതിനകത്ത് ചാർജും പൊക്കോണ്ടേയിരിക്കും. നമ്മുടെ ഫോണിനകത്ത് ബാറ്ററി തീരുന്നത് പോലെ. ഇത്രയും സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ഓക്കെ, നമ്മൾ വൺസ് നമ്മളുടെ ഫോണ് ഫുൾ ചാർജ് ആക്കി.
ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞ് കുറെ കഴിയുമ്പം സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ 9 മണിക്ക് ഫുൾ ചാർജ് ആക്കി, ഒരു 11 മണിയൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പം അതൊരു 97%, 96% ഒക്കെ ആയിണ്ടാവും. കാരണം കുറച്ച് ചാർജ് ഡിസ്ചാർജ് ആയി പോയി. അപ്പൊ അതേപോലെ തന്നെ വൺസ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ സമയം പോകുന്നതിനനുസരിച്ച്, ടൈം പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, കപ്പാസിറ്റർ പതുക്കെ എന്താവാനായിട്ട് തുടങ്ങും, ഡിസ്ചാർജ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഡിസ്ചാർജ് ആയി ഡ്രെയിൻ ആയി പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, പീരിയോഡിക് റിഫ്രഷ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഡൈനാമിക് റാമിലാണ് പീരിയോഡിക് റിഫ്രഷിന്റെ ആവശ്യമുള്ളത് എന്നുള്ളത് എല്ലാരും പഠിച്ചു പോകും. എന്തുകൊണ്ടാന്ന് എത്ര പേർക്ക് അറിയാം? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലത്തെ കാര്യമാണ് പറഞ്ഞത്. കപ്പാസിറ്റർ വൺസ് ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ, ബിറ്റ് വാല്യൂ 1ൽ എത്തിക്കഴിഞ്ഞാൽ, ബിറ്റ് വാല്യൂ 1 ആണ് ഫുള്ളി ചാർജ്ഡ് ആയിരിക്കുന്ന കണ്ടീഷൻ. എന്നിട്ട് എന്ത് ചെയ്യാണ്, സമയം പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? കപ്പാസിറ്റർ വൺസ് ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളെ ഫോണിന്റെ എക്സാമ്പിൾ തന്നെ നോക്കണോ, 100% ചാർജ് ആക്കി വെച്ചു, 9 മണിക്കാണ് ഫുൾ ചാർജ് ആക്കിയത്. നമ്മളൊരു 11 മണിക്ക് എത്തിക്കഴിയുമ്പം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ചാർജ് ഒക്കെ പോയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ വൺസ് ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ ആസ് എ ടൈം പോകുന്നതിനനുസരിച്ച് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. അപ്പൊ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഫോൺ നമ്മൾ ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെയും കുത്തിയിടും അല്ലെ, പിന്നെയും ചാർജ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അതിന് പകരമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണത്, പീരിയോഡിക് റിഫ്രഷ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആയി പോവാതിരിക്കാനാണ് പീരിയോഡിക് റിഫ്രഷ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഡൈനാമിക് റാം മാനുഫാക്ചർഡ് ഒരു IC ചിപ്പ് പോലെയാണ്, IC പ്ലാസ്റ്റിക് പാക്കേജ് പോലെയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ചിപ്പ് ആയിരിക്കും, ഇതുപോലെ കുറെ പിൻ ഉണ്ടായിരിക്കും, ചെറിയൊരു കണ്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള മൊഡ്യൂളുകളോ പിന്നുകളോ ഉള്ള സെറ്റുകളൊക്കെ ആയിട്ടാണ് ഡൈനാമിക് റാമുകൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡിഫറെന്റ് മൊഡ്യൂൾസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഒന്ന് SIPP, സിംഗിൾ ഇൻലൈൻ പിൻ പാക്കേജ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അടുത്തതാണ് SIMM, സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അടുത്തതാണ് DIMM, ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ എന്നുള്ളതാണ് ഫുൾ ഫോം. ഡൈനാമിക് റാമിന്റെ ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ്. മാനുഫാക്ചറിങ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് ഡൈനാമിക് റാം ആണ് ഉപയോഗിക്കണേ നോക്കാം. പിൻ പാക്കേജ് വേണോ, മെമ്മറി മൊഡ്യൂൾ വേണോ, അതിൽ തന്നെ ഡ്യുവൽ ഇൻലൈൻ വേണോ എന്നൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പൊ അങ്ങനെ മെമ്മറി മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ ഡബിൾ ഡാറ്റ റേറ്റ് എന്ന DDR ടെക്നോളജി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ DDR ടെക്നോളജിയിൽ ഈ പറയുന്ന മൊഡ്യൂൾസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ആ മൊഡ്യൂളുകളുടെ ഡിഫറെന്റ് പേരുകൾ ഓർത്തിരിക്കുക. സിപ്പ്, സിം, ഡിം. സിപ്പ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഇൻലൈൻ പിൻ പാക്കേജ്, സിം എന്ന് പറയുമ്പോൾ സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ, മറ്റേത് ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ. എന്താണ് നമ്മളൊന്നും ഡീപ്പായിട്ട് പോകണ്ട, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി റാമിന്റെ ഡിഫറെന്റ് കൈൻഡ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ആദ്യത്തേതാണ് വീഡിയോ റാം. വീഡിയോ റാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SG റാം ഉണ്ട്, അതുപോലെ തന്നെ RD റാം ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വീഡിയോ റാം എന്താണെന്ന് നോക്കാം. VRAM എന്നാണ് അതിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ പറയാ. ഫുൾ ഫോം വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ റാം. ഇത് ഒരു സ്പെഷ്യൽ പർപ്പസ് റാം ആണ്. വീഡിയോ അഡാപ്റ്റേഴ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിലുള്ള ഇമേജ് ഡാറ്റേനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പർപ്പസ് റാമുകളാണ് വീഡിയോ റാം എന്ന് പറയുന്ന VRAM. ഓക്കെ, വീഡിയോ അഡാപ്റ്റേഴ്സിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തതാണ് സിങ്ക്രണസ് ഗ്രാഫിക്സ് റാം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും. ക്ലോക്കിന്റെ താളത്തിനനുസരിച്ചാണ് ഇത് വർക്കിംഗ് മെമ്മറി കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. സോ സിങ്ക്രണസ് ഗ്രാഫിക്സ് റാം എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫുൾ ഫോം ആണ് ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് റാം യൂസ്ഡ് ഫോർ വീഡിയോ മെമ്മറി. നമ്മൾ ഹൈ ക്വാളിറ്റി, ഇപ്പോൾ അഡോബിലൊക്കെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വെക്കുക, അഡോബ് പ്രീമിയറിലൊക്കെ നമ്മൾ വലിയ സിനിമാസ് ഒക്കെ ചെയ്യാണ്, ഫിലിംസിന്റെ ഒക്കെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ സാധാരണ നമ്മളുടെ കമ്പ്യൂട്ടർ വെച്ച് പറ്റത്തില്ല. അപ്പൊ അതിന് കൂടിയ റാമുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരത്തില് വീഡിയോ മെമ്മറി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, സിങ്ക്രണസ് ഗ്രാഫിക്സ് റാം. കൂടുതൽ ഗ്രാഫിക്സ് ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ കൂടിയ റാമുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് റാം ആണ് സിങ്ക്രണസ് ഗ്രാഫിക്സ് റാം എന്ന് പറയുന്നത്. വീഡിയോ മെമ്മറിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതാണ് റാം ബസ് ഡൈനാമിക് റാം.
ഇതൊരു വീഡിയോ റാം ആണ്. വീഡിയോ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുമ്പം അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ റാം പോരാ, കൂടുതലായിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് കാര്യങ്ങളൊക്കെ വേണം. അത്തരത്തിലുള്ള സ്പെഷ്യൽ പർപ്പസ് റാമുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞ 3 എണ്ണവും വീഡിയോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യിക്കുന്ന ടൈപ്പ് ഓഫ് റാമുകളാണ്. VRAM, SGRAM, RAM bus, ഡൈനാമിക് റാം. ഓരോന്നിന്റെയും ഫുൾ ഫോം ആണ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 3 എണ്ണവും എന്താണ്, വീഡിയോ മെമ്മറിയിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഗ്രാഫിക്സ് ക്വാളിറ്റി ഇൻക്രീസിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ആണ് MD-RAM, അതുപോലെ തന്നെ SD-RAM. ഓക്കെ, MD-RAM എന്ന് പറയുന്നത് മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം എന്നുള്ളതാണ് ഇതിന്റെ പേര്, ഫുൾ ഫോം. ഇതിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഹൈ പെർഫോമൻസ് ഉള്ള റാം ആണ് മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം. ഇവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെമ്മറി ഉണ്ടാവും, ടോട്ടൽ ഒരു മെമ്മറി ഉണ്ടാവുമല്ലോ. ആ മെമ്മറിനെ 32 KB ഉള്ള മെമ്മറി മൊഡ്യൂളുകളായിട്ട്, മെമ്മറി ബാങ്കുകളായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാണ്. ഓക്കെ, 32 KB സൈസ് വരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാർട്ടുകളായിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ആൻഡ് ഈ ഓരോ ബാങ്കിനെയും നമുക്ക് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മൾട്ടി ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് R0 to R7 വരെയൊക്കെ വരാം. ഓക്കെ, അപ്പൊ 32 KB സൈസ് വരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബാങ്കുകൾ, അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നതിന് പാർട്ടീഷൻ ചെയ്യുന്ന ഒരു പോർഷൻ. അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള MD-RAM ഇത്രയാണെന്ന് വെക്കാം. ഓക്കെ, ഈ നമ്മളെ ഒരു പെർട്ടിക്കുലർ സൈസ് ആണ് ഇതിനുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് മൊത്തം ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, 32 KB സൈസ് വരുന്ന കുറെ ഭാഗങ്ങളാക്കുകയാണ് ഞാൻ ഇതിനെ. ഈ ഓരോന്നിനെയാണ് എന്തെന്ന് പറയാ, ബാങ്ക് 1, 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. ബാങ്ക് 0, ബാങ്ക് 1, പിന്നെന്താണ് ബാങ്ക് 3, അങ്ങനെ നമുക്ക് പോകാൻ പറ്റാം. അപ്പോ നമുക്ക് എത്രയാണോ ടോട്ടൽ സൈസ് ഉള്ളത് അതിനെ 32 KB വരുന്ന ഓരോ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിന് 0 മുതൽ പേര് കൊടുക്കും. B0, B1, B2, B3 എന്നുള്ള രീതിയിൽ പേര് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ഓരോ ബാങ്കിനെയും എന്ത് ചെയ്യാം, സെപ്പറേറ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മളാണ് പറയുന്നത് ഇന്നടുത്ത് കൊണ്ടുവെക്കണം, ഇവിടെ നിന്നാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ആകുന്നതും അതുകൊണ്ടാണ്, മൾട്ടിപ്പിൾ ബാങ്ക് വരുന്നത് കൊണ്ടാണ്. അപ്പൊ മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം എന്നുള്ളതാണ് ഫുൾ ഫോം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതാണ് സിങ്ക്രണസ് ഡൈനാമിക് റാം. ഡൈനാമിക് റാമിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളതാണ് സിങ്ക്രണസ് ഡൈനാമിക് റാം. ഇതിനും എന്താണ്, ഒരു സിസ്റ്റം ക്ലോക്ക് ഉണ്ട്, ജനറൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. മറ്റേത് എന്തായിരുന്നു, സിങ്ക്രണസ് ഗ്രാഫിക്സ് റാം എന്തായിരുന്നു, വീഡിയോ ഗ്രാഫിക്സിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി അത് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അത് രണ്ടും എന്താണെന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ MD-RAM, SD-RAM എന്നുള്ള ഈ 2 കാര്യങ്ങൾ ഓർക്കുക. MD-RAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം, SD-RAM എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് ഡൈനാമിക് റാം. S എന്ന് കേൾക്കുമ്പോൾ സ്റ്റാറ്റിക്കിലേക്ക് ഓടാൻ ഒരു ചാൻസ് ഉണ്ട്, അങ്ങനെ ഓടരുത്. SD-RAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണസ് ഡൈനാമിക് റാം എന്നാണുള്ളത്, ഓർക്കുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ഇന്നിപ്പം 42-40 മിനിറ്റ് ആയിട്ടുണ്ട് ക്ലാസ്. നമ്മൾ ഈ ഒരു റാമിന്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റോം പഠിക്കും. ഇതിന്റെ നോട്ടിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, കാരണം റോം പഠിക്കുന്ന സമയത്തും ഏകദേശം ഇത്രയും സമയം ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോട്ടിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.